അങ്ങനെ നമ്മുടെ അനന്തപുരിയിലെ സമാധാനപൂർണ്ണമായിട്ടുള്ള ആ ഒരു അന്തരീക്ഷത്തിന് ചെറിയ മാറ്റമൊക്കെ വരികയാണ്. ചെറിയ മാറ്റമല്ല, കുറച്ചധികം വലിയ മാറ്റം തന്നെ സംഭവിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആദർശ് നമ്മുടെ അനിയെ കൊണ്ടുവരികയാണ്. മദ്യപിച്ച് മതോന്മത്തനായി ശരിക്കും നടക്കാനും ഇരിക്കാനും ഒന്നും വയ്യാത്ത ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മുടെ അനിയെ ആദർശ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യമൊക്കെ പറയാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ അനിയെ കൊണ്ടുവരികയാണ്. അനിയെ ശരിക്കും പിടിച്ചുകൊണ്ടാണ് വരുന്നത് ആദർശ്. അപ്പോൾ ആ സമയത്തിന് നോക്കുമ്പോൾ നമ്മുടെ നന്ദു ആണെങ്കിൽ ഉറക്കം ഉളച്ചിങ്ങനെ ഇരിക്കുകയാണ്. നന്ദുവിന് ആകെ ടെൻഷനായി അടിച്ച് ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് നന്ദു. അപ്പോൾ അനിയെ കണ്ടുകൊണ്ട് നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് നന്ദു ചോദിക്കുകയാണ്, നയനയോട് ചോദിക്കുകയാണ്, എന്താ ചേച്ചി, എന്താ എനിക്ക് പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയണം, എൻ്റെ നന്ദു നീ കണ്ടില്ലേ, ഇവനെ നന്നായിട്ട് മദ്യപിച്ചിരിക്കുകയാണ്, ഇപ്പം ഇല്ലാത്ത ശീലമാണ് ഇവൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ നന്ദുവിന് നല്ല സങ്കടമാവുകയാണ്. അങ്ങനെ നമ്മുടെ ആദർശം നയനയും കൂടി ചേർന്നിട്ട് നയന ചേർന്നില്ല, നയനയും നന്ദുവും കൂടി പുറകെ വരികയാണ്. ആദർശ് നമ്മുടെ അനിയെ കൊണ്ടുവന്ന് മുറിയിൽ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് തിരിയുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ജാനകി അങ്ങോട്ടേക്ക് വരികയാണ്. ജാനകി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ആദർശേ, എൻ്റെ മോൻ എന്താ പറ്റിയത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ആദർശ് പറയണം, കണ്ടില്ലേ, ഇവൻ നന്നായിട്ട് മദ്യപിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം അവൻ്റെ മനസ്സിന് അത്രയധികം വേദനയുണ്ട്. ശരിക്കും അവൻ്റെ മനസ്സിൽ നന്ദു ആണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴായിരുന്നു അറിഞ്ഞത്. ഇളയമ്മയ്ക്കെല്ലാം അറിയാമായിരുന്നല്ലോ, എന്നിട്ട് എനിക്കൊരു സൂചന പോലും തന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജാനകി പറയുകയാണ്, സൂചന തന്നിട്ട് എന്തിനാ, എന്തായാലും ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ അനാമികയ്ക്ക് കൊടുത്ത സ്ഥാനം അത് ഇനി മറ്റൊരാൾക്കും കൊടുക്കാൻ പറ്റില്ല. എന്തായാലും എൻ്റെ അനാമികയുമായിട്ടുള്ള കല്യാണം നടക്കണം എന്നിങ്ങനെ ജാനകി പറയുകയാണ്. അപ്പോൾ നമ്മുടെ ആദർശ് ചോദിക്കുകയാണ്, അതെന്താ ഇളയമേ അങ്ങനെ പറയുന്നത്, നന്ദു നല്ല കുട്ടിയല്ലേ. നന്ദു അതുപോലൊരു ഫ്രോഡ് പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ലടാ. നന്ദു ഫ്രോഡോ, എന്താ ഇളയമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്താ ഇളയമ്മയെന്നോ, എടാ നിൻ്റെ ഭാര്യയും അവളുടെ വീട്ടുകാരും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഒത്തുകളിയായിരുന്നില്ലേടാ ഇത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണേ, ഇളയമ്മേ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ആദർശ് പറയാണ്, കണ്ടില്ലേ, അനാമികയുമായിട്ടുള്ള വിവാഹം നാളെ നടക്കേണ്ടതാണ്, എന്നിട്ടും ഇവനത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇവൻ പോയി ഇത്രയധികം മദ്യപിച്ച് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇവനെ ഇതിനു മുമ്പ് ഇളയമ്മ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെയൊന്നും. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ജാനകി പറയാണ്, ഇവൻ ഇങ്ങനെ വന്നെങ്കിലുണ്ടല്ലോ അതിൻ്റെ കാരണക്കാരി മറ്റാരുമല്ല, അവൾ തന്നെയാണ് ആ നന്ദു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ആദർശ് പറയണേ, ഇളയമ്മേ പരസ്പരം സ്നേഹിക്കുന്നവർ വേണ്ടേ ഒന്നാകേണ്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവൻ നന്ദുവിനെ വിവാഹം കഴിക്കുന്നതല്ലേ ശരിയായ രീതി. ഇവൻ കണ്ടില്ലേ, ഇപ്പം തന്നെ ഇവന് വളരെയധികം മാനസികമായിട്ട് നല്ല വിഷമം ഇവനുണ്ട്, അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജാനകി പറയണേ, ആദർശേ നീ നിൻ്റെ ഭാര്യയുടെ തലയണ മന്ത്രവും കേട്ടിട്ട് ഇങ്ങനെ വന്ന് എൻ്റെ മുന്നിൽ സംസാരിക്കരുത് കേട്ടോ. എന്തായാലും ഒന്നാവേണ്ടവർ എൻ്റെ അനാമിക മോളും അനിയുമാണ്, അല്ലാതെ മറ്റാരെയും ഇവൻ്റെ ജീവിതത്തിലേക്ക് വരാൻ ഞാൻ അനുവദിക്കില്ല. നീ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും, കാരണം നിൻ്റെ ഭാര്യയുടെ അനിയത്തിയല്ലേ. പക്ഷേ 3 അവളുമാരും കൂടി ഒരു വീട്ടിലേക്ക് അതെന്തായാലും നടക്കില്ല. ഞാൻ മാത്രമല്ല, ഇതേക്കുറിച്ചൊക്കെ നിൻ്റെ അമ്മയും ജലജയൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ ഇവിടെ ഭൂകമ്പം തന്നെ നടക്കും എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ജാനകി പറയുകയാണ്, ഈ വിവാഹം മുടങ്ങിയാലുണ്ടല്ലോ എൻ്റെ അനാമിക മോളുടെ കണ്ണുനീര് കാണേണ്ടി വരും. അപ്പോൾ ഉടനെ നമ്മുടെ ആദർശ് ചോദിക്കണം, അതെന്താ ഇളയമേ അങ്ങനെ പറഞ്ഞത്, സ്വന്തം മകൻ്റെ കണ്ണീരിനേക്കാളും വലുതാണോ അനാമികയുടെ കണ്ണീര് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ജാനകി പറയണത്, ആദർശ് നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കൂടുതൽ സംസാരിക്കരുത്. എൻ്റെ മകൻ്റെ വിവാഹം പറഞ്ഞുറപ്പിച്ച സമയത്ത് പറഞ്ഞുറപ്പിച്ച പെണ്ണുമായിട്ട് തന്നെ നടക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ നിനക്കറിയാലോ എൻ്റെ ശരിക്കുള്ള സ്വഭാവം, ഞാൻ ആത്മഹത്യ ചെയ്യും. എന്തെങ്കിലും കലക്കി കുടിച്ച് നിങ്ങളുടെയൊക്കെ മുന്നിൽ കിടന്ന് ഞാൻ മരിക്കും. എന്നിട്ട് ഇത് നാളെ ഒരു മരണ വീടാകും എന്നിങ്ങനെ പറയുകയാണ് ജാനകി. ഇത് കേൾക്കുമ്പോൾ ആകെ വരണ്ട് പോവുകയാണ് നമ്മുടെ ആദർശ്. അതിനുശേഷം ജാനകി ഇങ്ങനെ പിണങ്ങി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നോക്കുമ്പോൾ വാതിലിൻ്റെ അവിടെ നമ്മുടെ നയനയും നന്ദുവും കൂടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജാനകി അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ 2 എണ്ണവും കൂടി ഇവിടെ തന്നെ വന്ന് നിൽപ്പുണ്ടായിരുന്നു അല്ലേ, എല്ലാം പറഞ്ഞ് അവനെ ഇളക്കി വിട്ടതിന് ശേഷം എൻ്റെ കുഞ്ഞിനെ ഈ അവസ്ഥയിലാക്കിയപ്പോൾ നിനക്ക് സമാധാനമായില്ലേടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദുവിനതെ ഇവിടെ തൂക്കി ഇങ്ങനെ അങ്ങ് എടുക്കുകയാണ് നമ്മുടെ ജാനകി. അപ്പോൾ
അപ്പോഴത്തേക്ക് എന്നിട്ടാണ് നമ്മുടെ ജാനകി പറഞ്ഞത്, എടി നീ എൻ്റെ മകനെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചില്ലേ, നാളെ അനാമികയും അനിയുമായുള്ള വിവാഹം നടക്കും, ഇല്ലെങ്കിലുണ്ടല്ലോ നീയൊന്നും എന്നെ ജീവനോടെ കാണില്ല, ഈ വീടൊരു മരണ വീടാകും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാനകി നടന്നു പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് ആദർശ് പറയണേ, ഇളയമ്മ വിഷമിക്കേണ്ട, നാളെ അനാമികയും അനിയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ നടക്കും, അതിന് യാതൊരു തർക്കവും ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ജാനകി പോവുകയാണ്. അതേസമയത്ത് നമ്മുടെ നന്ദു ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ നയനയും. അപ്പോൾ ആദർശ് പറയാണ്, എല്ലാവരിൽ നിന്നും മറച്ചു പിടിച്ചതുകൊണ്ടല്ലേ ഇത്തരം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത്, ഇനി സങ്കടപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയണ്. അപ്പോൾ ഉടനെ തന്നെ നന്ദു പറയണം, ആദർശേട്ടാ ഞാൻ എന്ത് ചെയ്യാം ആദർശേട്ടാ, ഞാൻ ഇതിൽ നിരപരാധിയാണ്, പിന്നെ എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടങ്ങാൻ പാടില്ല, നാളെ എങ്ങനെയെങ്കിലും ആദർശേട്ടനും എല്ലാവരും കൂടി പറഞ്ഞ് അനിയെ സമ്മതിപ്പിച്ച് അനാമികയുടെ കഴുത്തിൽ താലി കെട്ടിക്കണം എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നന്ദു പറയാണ്, ആദർശേട്ടാ എനിക്കൊരു കാര്യത്തിൽ കൂടി വാക്ക് തരണം, ഇത് മറ്റാരും അധികം അറിയരുത്, മറ്റുള്ളവരാരും ഇനി അറിയരുത്, ഇതിൻ്റെ പേരിൽ ഇനി പഴി കേൾക്കാൻ എനിക്ക് വയ്യ, പിന്നീട് ഇത് മറ്റാരും അറിയരുത് എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ നന്ദു പറയുകയാണ്, ഇതിൻ്റെ പേരിൽ ഇനി എന്നെ ആരും ഒന്നും പറയരുത് ആദർശേട്ടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദു കരഞ്ഞുകൊണ്ട് പോവുകയാണ്. ഇത് കാണുമ്പോൾ ആദർശിന് നല്ല സങ്കടമാവുകയാണ്. ആദർശ് നയനയോട് പറയണം, നോക്ക് നയനെ, ആകെ പാടെ വല്ലാത്ത ഒരു അവസ്ഥയിലാണല്ലോ നമ്മൾ എത്തിയിരിക്കുന്നത്, ഇതിന് നീയും ഒരു പരിധി വരെ ഉത്തരവാദി തന്നെയാണ്, നീ അറിഞ്ഞിരുന്ന കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇലയ്ക്കും മുള്ളിനും കേടുവരാത്ത രീതിയിൽ ഞാൻ ഇത് സോൾവ് ആക്കി കൊടുക്കില്ലായിരുന്നു, അവൻ ആഗ്രഹിച്ച പെണ്ണിനെ തന്നെ അവന് നേടാനും പറ്റിയാണ്, എൻ്റെ അനിയൻ്റെ സന്തോഷം അതാണ് എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ആദർശ്. അതേസമയത്ത് നമ്മുടെ ജാനകി നേരെ പോവുകയാണ്, മുറിയിലേക്ക് ചെല്ലുകയാണ്. നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ അജയൻ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ ജാനകി പറയണ, ഓഹോ ചേട്ടാ, നിങ്ങളിവിടെ നടക്കുന്ന വല്ല കാര്യവും അറിയാറുണ്ടോ? എന്തെങ്കിലും സന്തോഷം നടക്കുന്ന സമയത്തുണ്ടല്ലോ അനിയനും ചേട്ടനും കൂടി പാത്തും പതുങ്ങി ഇരുന്നൊരു മദ്യപാനമുണ്ട്, അതിൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ ഉടനെ അജയൻ ചിരിക്കുകയാണ്. അപ്പോൾ ജാനകി പറയണേ, എന്നാലേ 4 കാലിലേ ദേ മോനും വന്ന് കിടപ്പുണ്ട്. ആരുടെ കാര്യമാണ് ജാനകി നീ പറയുന്നത്? അനിയുടെ കാര്യം, അല്ലാതെ ആരുടെ കാര്യം? നാളെ വെളുക്കുമ്പോഴേ വിവാഹം കഴിക്കേണ്ട ചെക്കനാ ദേ മദ്യപിച്ച് തലയും കുത്തി മുറിയിൽ വന്ന് കിടപ്പുണ്ട് എന്ന് പറയണം. അപ്പോൾ ഉടനെ അജയൻ പറയണം, നമ്മുടെ മോനെ മദ്യപിക്കില്ലല്ലോ. അതൊക്കെ പണ്ട്. ആരാണ് അവനെ കുടിപ്പിച്ചതെന്നറിയാമോ? ആ മൊട്ടച്ചി, അവളാ കുടിപ്പിച്ചത്. അപ്പോൾ ഉടനെ അജയൻ പറയണ്, നീ എന്തായി പറയുന്നത് ജാനകി? അതെ, അവളോടുള്ള പ്രണയ നൈരാശ്യം മൂത്തിട്ടാണല്ലോ അവൻ പോയി മദ്യപിച്ചത്, അപ്പോൾ പിന്നെ അവളാണെന്നല്ലേ പറയാൻ പറ്റൂ? ആ നയനെ ഉണ്ടല്ലോ, അവൾ നമ്മൾ വിചാരിച്ച കണക്കൊന്നുമല്ല, അവൾ അസുര വിത്ത, വിഷം, അവളാ ഇവിടത്തേക്ക് ഏറ്റവും കടുകട്ടി വിഷം എന്ന് പറയണം. അപ്പം അജയൻ പറയണത്, നീ ആരെ പറ്റി പറഞ്ഞാലും ശരിയല്ല, നയനമോളെ പറ്റി മാത്രം പറയരുത്, ആ കുട്ടിയെ പറ്റി പറയുന്നവർക്ക് കൂടി പാപം കിട്ടും. അപ്പോൾ ഉടനെ ജാനകി പറയണ്, അതേപ്പറ്റിയൊന്നും പറയണ്ട, അവളാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഹെഡ്, അവളുടെ ഈ അനിയത്തിയും കൂടി ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഈ വീട്ടിലുള്ള സ്വത്തുക്കളെല്ലാം ഇവർക്കെല്ലാവർക്കും സ്വന്തമാവും, പിന്നീട് ഇവിടെ അടിച്ച് പൊളിച്ച അനിയത്തിക്കും ചേട്ടത്തിക്കും എല്ലാവർക്കും കൂടി അങ്ങ് കഴിയാം, പിന്നെ അവരുടെ അച്ഛനും അമ്മയും കൂടി ഇങ്ങ് പോന്നു കഴിഞ്ഞാൽ സുഖമായി, അതുകൊണ്ടാണ് ഇതൊക്കെ, എന്തായാലും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അജയൻ പറയണേ, ഇല്ല അങ്ങനൊന്നുമില്ല, നീ വിചാരിക്കുന്ന കണക്കൊന്നും നടക്കില്ല. ഇപ്പോഴേ നിങ്ങളുടെ പുന്നാര മോനില്ലേ ആദർശ് വന്നിട്ട് എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അവൻ്റെ ഭാര്യ വാക്ക് കേട്ടിട്ട്, കല്യാണമേ, നന്ദു നല്ല പെൺകുട്ടിയല്ലേ, നന്ദുവിനെ കല്യാണം കഴിക്കുന്നതിൽ എന്താ തെറ്റെന്ന്, അവൻ്റെ റേഞ്ചിലെ, അവൻ്റെ ഭാര്യയുടെ റേഞ്ചിലുള്ള പെൺകുട്ടിയല്ലേ നന്ദു, അപ്പോൾ അവളെ വിവാഹം കഴിക്കുന്നതാ അവന് താല്പര്യം എന്നൊക്കെ പറയണം. അപ്പോൾ അജയൻ പറയണം, അങ്ങനെ പറഞ്ഞോ ജാനകി? അങ്ങനെ അവൻ എൻ്റെ മുഖത്ത് നോക്കിയാ പറഞ്ഞത്. എന്തായാലും നീ ഇത് മറ്റാരോട് ചെന്ന് പറയാനൊന്നും നിൽക്കണ്ട, പറഞ്ഞാലുണ്ടല്ലോ ഇത് ജലജയോ അതേസമയം ഏട്ടത്തിയോ അറിഞ്ഞാലുണ്ടല്ലോ ഇവിടെ ഭയങ്കര വഴക്ക് കിടക്കും, ഞാനായിട്ട് അതുകൊണ്ട് ആരോടും പറയുന്നില്ല എന്ന് പറയുകയാണ് നമ്മുടെ ജാനകി. അതേസമയത്ത് മുറിയിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ നന്ദു. അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് നമ്മുടെ നയന ചെന്നിട്ട് പറയണേ, മോളെ നീ കരയൊന്നും വേണ്ട, മോൾ സന്തോഷമായിട്ടിരിക്കുക, കരയണ്ട എന്ന് പറയണം. അപ്പോൾ നന്ദു പറയണേ, ചേച്ചി എന്നാലും എൻ്റെ പേരിലാണല്ലോ ചേച്ചി ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടായത്, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ വിവാഹം അങ്ങനെ മുടങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യും ചേച്ചി, അനി ഇങ്ങനെ തുടങ്ങിയാൽ എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയണേ, എൻ്റെ മോളെ ഈ വിവാഹം തന്നെ നടക്കും, അത് എങ്ങനെയെങ്കിലും എത്ര റിസ്ക് എടുത്ത്
നടത്തിയേ പറ്റൂ. ആദർശേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? ജാനകി ചെറിയമ്മ ഇപ്പോൾ നല്ലപ്പോഴല്ല ആത്മഹത്യയുടെ കാര്യം പറഞ്ഞത്. പണ്ട് അജയൻ ചെറിയച്ഛനെ വിവാഹം കഴിക്കുന്ന സമയത്ത് അതിലൊരു തടസ്സം വന്നപ്പോൾ, അതായത് അവർ ലവ് മാരേജ് ആയിരുന്നു, ആ ഒരു സമയത്ത് വീട്ടുകാർ സമ്മതിക്കാതെയുള്ള ആ ഒരു സമയം വന്നപ്പോൾ ജാനകി ചെറിയമ്മ കൈത്തണ്ടയിൽ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു അന്നത്തെ കാലത്ത്. അതുകൊണ്ട് തന്നെ അവർ വെറുതെ ഒന്നും പറയില്ല. അത് ആദർശേട്ടൻ പറഞ്ഞത്. മോൾ വിഷമിക്കേണ്ട, മോൾ ധൈര്യമായിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങുക, എന്തായാലും ഈ വിവാഹം നടക്കും മോളെ എന്നിങ്ങനെ പറയുകയാണ് നയന. എന്നിട്ട് നയന ഇറങ്ങി പോവുകയാണ് മുറിയിൽ നിന്ന്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ രാവിലെയാണ് കാണിക്കുന്നത്. രാവിലെ നമ്മുടെ അജയൻ ഇങ്ങനെ ഇരിക്കുകയാണ്. കല്യാണ വീട് ഒരുങ്ങി അടിപൊളി സെറ്റായിട്ട് കിടക്കുകയാണ് കല്യാണ വീട്. അജയൻ അടിപൊളി അജയനല്ല, നമ്മുടെ ആദർശിൻ്റെ അച്ഛൻ ജയൻ അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ആയിട്ട് സൂപ്പറായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദേവയാനി നല്ല പിങ്ക് കളറിൽ തിളങ്ങാണ് നമ്മുടെ ദേവയാനി. ഒരു രക്ഷയില്ല പറയാൻ. ദേവയാനി സൂപ്പർ 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 ഒരുങ്ങി അതിസുന്ദരിയായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുകയാണ് ദേവയാനി. ദേവയാനി വന്നിട്ട് നമ്മുടെ ജയനോട് പറയുകയാണ്, ജയേട്ടാ കണ്ടില്ലേ ഈ മാലയൊന്ന് നോക്ക്, ഇത് അനിയുടെ പെണ്ണിനില്ലേ, നമ്മുടെ അനാമിക മോൾക്ക്, എൻ്റെ മൂത്ത മരുമകളല്ലേ അവൾക്ക് കഴുത്തിലണിയാനായിട്ട് ഞാൻ മേടിച്ച് വെച്ചിരുന്ന മാലയാണ്. 20 പവനാണിത്. ഇതിൻ്റെ ഫാഷൻ നോക്ക്, ഒരുപാട് ഇഷ്ടമായി ഇത്. ഈ ഒരു ഫാഷൻ ഞാനിവിടെ പലരെയും കാണിച്ചു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ നമ്മുടെ ജയം പറയണം, എൻ്റെ ദേവേ ഞാൻ അതിൻ്റെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇത് ഇപ്പം ട്രെൻഡാണ് എന്ന് പറയണം. അപ്പോൾ ദേവേന് പറയണം, ഏറ്റവും നല്ലതെന്തോ അതേ ഞാൻ എൻ്റെ മരുമകൾക്ക് കൊടുക്കൂ. അപ്പോൾ ഉടനെ ജയം പറയുകയാണ്, എന്നാലേ അത് ഡിസൈൻ ചെയ്തത് ആരാണെന്ന് അറിയാമോ? ഇത് നയനമോളുടെ ഡിസൈനാണ്, ഇതിനിപ്പോൾ ഭയങ്കര മാർക്കറ്റാണ് എന്ന് പറയുമ്പോൾ ഉടനെ ഓഫായിപ്പോയി നമ്മുടെ ദേവയാനി. അപ്പം തന്നെ ജയം പറയണേ, എൻ്റെ ദേവേ നീ പറഞ്ഞല്ലോ, നീ ഇപ്പോൾ ഇന്ന് നിൻ്റെ മരുമകൾക്ക് കൊടുക്കുന്ന ആ ഒരു ഗിഫ്റ്റിനകത്ത് നമ്മുടെ മരുമകളുടെ കയ്യൊപ്പുണ്ട്. അതാണ് ഇതിൽ നിന്ന് നീ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ദൈവത്തിൻ്റെ ഓരോ കളികൾ. അല്ല ദേവേ, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? നീ നിൻ്റെ മരുമകൾ ഈ വീട്ടിൽ വന്നിട്ട് എത്ര നാളായി? ഒരു ഗിഫ്റ്റ് ആ കുട്ടിക്ക് നീ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് ഇതിൻ്റെ ആവശ്യം എന്താ? അപ്പോൾ ഉടനെ ദേവയാനി പറയണേ, അതിനെ അനിയും ആദർശം എനിക്ക് ഒരുപോലെ തന്നെയാണ്, അവരിൽ എനിക്ക് ഒരു വേർതിരിവും ഇല്ല. അതുകൊണ്ട് തന്നെ അനിയുടെ ഭാര്യ എൻ്റെ മരുമകൾ തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആദ്യത്തെ മരുമകൾ അവളാണ്. അവൾ വേണം ഈ വീട് ഭരിക്കേണ്ടത്, അവളുടെ ശബ്ദം വേണം ഈ വീട്ടിൽ ഉയർന്ന് കേൾക്കേണ്ടത്. അതുകൊണ്ടേ ഞാൻ അവൾക്ക് ഇത് മാത്രമല്ല ഒരുപാട് ഗിഫ്റ്റുകൾ മേടിച്ച് കൊടുക്കും. എന്നിട്ട് ദേവയാനി പറയണം, ഇതിനു മുമ്പ് ആദർശ് വിവാഹം കഴിക്കാനിരുന്നല്ലോ നവ്യയുമായിട്ടുള്ള, ആ സമയത്ത് ഞാൻ ഒരുപാട് ഗിഫ്റ്റുകൾ നവ്യയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴല്ലേ ഒരുത്തി വലിഞ്ഞു കയറി വന്നത്. അവളെ ഒരിക്കലും അംഗീകരിക്കാൻ എനിക്കാവില്ല, അതുകൊണ്ടേ ഒന്നും ഞാൻ അവൾക്ക് കൊടുക്കാനും പോണില്ല എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ദേവയാനി. അതിനുശേഷം നമ്മുടെ ദേവയാനി നേരെ പോവുകയാണ്, നമ്മുടെ ജലജയുടെ അടുത്തേക്ക് പോവുകയാണ്. അതേസമയം നമ്മുടെ അതിനേക്കാൾ അടിപൊളിയായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് നമ്മുടെ നവ്യയും. അതേ സമയത്ത് നമ്മുടെ ജലജയും അടിപൊളിയായിട്ട് ഒരുങ്ങിയൊക്കെ സെറ്റായിട്ട് നിൽക്കുകയാണ്. പക്ഷേ നവ്യയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നവ്യ പറയുകയാണ്, നമ്മുടെ ജലജയോട് പറയുകയാണ്, ഈ പൂവ് ഇങ്ങ് നേരെ വെച്ച് തരൂ എന്നിങ്ങനെ പറയണം. അപ്പോൾ ജലജ പറയണേ, എന്താ നിനക്ക് തന്നെ അങ്ങ് വെച്ചുകൂടെ? അതെ, നിങ്ങളോട് വെച്ച് തരാൻ പറഞ്ഞാലേ അങ്ങ് വച്ച് തന്നാൽ മതി, കൂടുതലൊന്നും പറയണ്ട എന്നിങ്ങനെ പറയണേ. അങ്ങനെ നമ്മുടെ ജലജ ഇങ്ങനെ പൂവ് വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ നവ്യയുടെ തലയിൽ. പൂവ് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ജാനകി വരുന്നത്. ജാനകി ഇത് കണ്ടുകൊണ്ട് വന്നിട്ട് വെക്കണം, ജലജേ നിനക്ക് വേറെ പണിയില്ലേ? നീ എന്തിനാ ഇവർക്ക് തലയിൽ പൂവ് വെച്ച് കൊടുക്കാനായിട്ട് നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ജലജ പറയാണ്, ഇവളെന്നോട് പൂ വെച്ച് കൊടുക്കാൻ പറഞ്ഞു, പിന്നെ ഞാനെന്ത് ചെയ്യാനാ? അതൊക്കെ അർഹതയുള്ളവർക്കേ വെച്ച് കൊടുക്കേണ്ട കാര്യമുള്ളൂ, വലിഞ്ഞു കയറി വന്നവർക്കൊന്നും അതൊന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല ജലജ എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ജലജ പറയണം, നീ തന്നെ പറയണം ജാനകി, ഇത് നീ ആയിരുന്നല്ലോ ഇവളുമാരെയൊക്കെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടന്നത്, എന്നിട്ട് എന്താ ഇപ്പോൾ? അപ്പോൾ ഉടനെ ജാനകി പറയണം, എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത് ഇവളുമാരൊക്കെ വിഷമാണെന്നുള്ള കാര്യം. അപ്പോൾ ഉടനെ ജലജ പറയണം, ഞാനേ ഇത് പണ്ടേ മനസ്സിലാക്കിയ കാര്യമാണ്, അർഹതയില്ലാത്തടത്താണ് ഇവളുമാർ അനിയത്തിയും ചേട്ടത്തിയും വന്ന് കിടക്കുന്നതെന്ന്. ഇത് കേട്ട ഉടനെ അപ്പോഴത്തേക്ക് ജാനകി ദേവയാനി ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ അത് കേട്ട ഉടനെ നമ്മുടെ നവ്യ പറയുകയാണ്, നമ്മുടെ ജലജയോട് പറയണത്, പതുക്കെയാണേ പറയുന്നത്, അതെ
അവരൊക്കെ പറയുന്നത് കേട്ട് നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട. നിങ്ങൾ ഈ കുടുംബത്തിലുള്ള ആരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടേ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ അതൊക്കെ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചിലാവും എന്നിങ്ങനെ പറയുന്നത്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ദേവയാനി ചോദിക്കുകയാണ്, അല്ല ഇവളെന്താ ജലജെ പുറപുറുക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഒന്നും ഇല്ലേ എന്നിങ്ങനെ നവ്യ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് ജലജയോട് നമ്മുടെ ജാനകിയെ കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, നോക്ക് ജാനകി, ഞാൻ അനാമിക മോൾക്ക് വേണ്ടിയിട്ട് മേടിച്ചു വെച്ചിരിക്കുന്ന മാലയാണ്, 20 പവനാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ജാനകി പറയണം, നന്നായിട്ടുണ്ട് ഏട്ടത്തി. അപ്പോൾ അത് മേടിച്ചിട്ട് ജലജയും നോക്കുകയാണ്. ജലജയ്ക്ക് കുശുമ്പ് മനസ്സിൽ വന്നിട്ട് വയ്യ. അപ്പോൾ ജലജ നോക്കിയിട്ട് പറഞ്ഞു, കൊള്ളാം കൊള്ളാം, ഞാൻ ഇതുപോലെ ഒരുപാട് ഗിഫ്റ്റുകൾ കരുതി വെച്ചിട്ടുണ്ട് അനാമിക മോൾക്ക്. സമയവും സൗകര്യവും ഒത്ത കണക്ക് ഞാൻ ഓരോന്നായിട്ട് എൻ്റെ മോക്കെടുത്ത് കൊടുക്കും എന്നിങ്ങനെ പറയണം. അപ്പോൾ ഭയങ്കര സന്തോഷമായി നമ്മുടെ ജാനകിക്ക്. അപ്പോൾ എന്നിട്ട് നമ്മുടെ ദേവയാനി പറയുകയാണ്, അല്ല വേറൊരുത്തി ഉണ്ടായിരുന്നല്ലോ, അവളെ ഇതുവരെയും കണ്ടില്ലല്ലോ. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ജാനകി പറയണം, 8 മണി കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ രാവിലെ ഉറക്കം എണീക്കുന്നതല്ലേ, ഇത്രയും നേരമായിട്ട് എണീച്ചില്ലല്ലോ, അവൾക്കൊന്നും എണീക്കാൻ പറ്റില്ല എന്നിങ്ങനെ ആക്കി പറയണം നമ്മുടെ ജാനകി. അതിനുശേഷം പറയണം, അല്ലെങ്കിൽ ആദർശ് രാവിലെ എഴുന്നേക്കുമല്ലോ, അവനെയും കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറയണേ. അപ്പോഴത്തേക്ക് ഉടനെ നമ്മുടെ ഇങ്ങനെ പരതി നോക്കിയിട്ട് നമ്മുടെ ദേവയാനി പറയണം, ശരിയാണല്ലോ, ആദർശിനെയും നയനെയും കണ്ടില്ലല്ലോ. അപ്പോൾ ഉടനെ തന്നെ ജാനകി പറയണം, എങ്ങനെ വരാൻ കഴിയും, അവർക്ക് സഹിക്കുമോ, കാരണം എല്ലാം തികഞ്ഞ ഒരു പെൺകുട്ടി ഈ കുടുംബത്തേക്ക് വരികയല്ലേ, അവൾ പറഞ്ഞിട്ടുണ്ടാവും അവനോട് കുറേ സമയം കൂടി കഴിഞ്ഞ് എണീച്ച് പോയാൽ മതിയെന്ന്. ജാനകിയാണേ പറയുന്നത്. അതിനുശേഷം ജാനകി ഇങ്ങനെ നവ്യ നോക്കിയിട്ട് പറയണം, ഒരു കാര്യം ചെയ്യ്, നീ പോയി നിൻ്റെ ചേട്ടത്തിയെ മുറിയിൽ പോയി തട്ടി വിളിച്ചിട്ട് വാ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ ജാനകി പറയണം, ജാനകിയുടെ കൂടെ നമ്മുടെ നവ്യ പറയണം, അതെ എനിക്കതിൻ്റെ ആവശ്യമില്ല, അത്രയും അത്യാവശ്യമുള്ളവരെ പോയി അങ്ങ് വിളിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒറ്റൊരു പോക്ക് പോവുകയാണ് നമ്മുടെ നവ്യ പോവുകയാണ്. അങ്ങനെ അതേസമയം ഇവരെല്ലാവരും ഈ കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ കണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ജാനകിയോടല്ല ജലജയോട് നമ്മുടെ ദേവയാനി പറയുകയാണ്, ജലജേ, നിൻ്റെ മരുമകൾക്ക് ഒരു എല്ലിത്തിരി കൂടുതലാണ്, അതെ നിൻ്റെ കയ്യിരിപ്പ് കൊണ്ടാണ്, നീ വേണം ഇവളെ നിലയ്ക്ക് നിർത്തേണ്ടത്. ഞാൻ എന്ത് ചെയ്യാം ഏട്ടത്തി, എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടോ? അതെ നിൻ്റെ കയ്യിരിപ്പ് മാത്രമാണ്, നീ വേണം അവളെ നിലയ്ക്ക് നിർത്തേണ്ടത്. കണ്ടില്ലേ, ഞാൻ മൂക്ക് കയറിയിട്ടല്ലേ നയനെ നിർത്തുന്നത്, അതുപോലെ നീ നിർത്തണം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ എന്തായാലും എപ്പിസോഡ് കഴിയുകയാണ്. ഇനി നാളത്തെ എപ്പിസോഡ് എന്താണെന്ന് വെച്ചാൽ നാളെ കാണുമ്പോൾ അറിയാം, അടിപൊളിയായിരിക്കും. ആ ഒരു കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നാളെ നേരത്തെ തന്നെ ഞാൻ വീഡിയോയുമായിട്ടൊക്കെ വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ബായ്.